ഹലോ. അങ്ങനെ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തി. കുറച്ച് നാടൻ റോസുകളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന പോലത്തെ വലിയ ട്രീ റോസ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒന്നുമല്ല. എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് നാടൻ റോസുകൾ. അപ്പോൾ എന്താണ് ഈ നാടൻ റോസുകൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, നമുക്ക് ഒരുപാട് വെറൈറ്റി റോസുകൾ അവൈലബിൾ ആയിട്ട് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, അതായത് ഈ നല്ല ചൂട് കാലം ശരിക്കും ചെടികളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോസ് വരലൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. അത് വലിയ പ്ലാന്റ്സിനാണ് കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത്. കാരണം ഇവർക്ക് നല്ല വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് റോസുകൾ മിക്കപ്പോഴും വരുന്നത് തമിഴ്നാട്, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ റോസ് കളക്ട് ചെയ്യുന്നത്. വെള്ളം എങ്ങും കിട്ടാത്ത അവസ്ഥയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ ആണെങ്കിലും നമുക്കിവിടെ പിന്നെയും കുടിക്കാനെങ്കിലും വെള്ളം ഉണ്ടെന്ന് പറയാം. പക്ഷെ അവിടെയൊക്കെ റോസ് എടുക്കുന്നിടത്ത് എനിക്ക് വലിയ പ്ലാന്റ്സ് കിട്ടാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വെള്ളമൊക്കെ അടിച്ച്, അപ്പോൾ നിങ്ങൾ ഓർക്കുക അവരൊരു വലിയ പ്രദേശത്താണ് ഈ റോസുകളൊക്കെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തുമാത്രം വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊന്നും വണ്ടിക്ക് കൊണ്ടുവന്ന് അടിക്കാനുള്ള അത്രയും ഒരു ഇത് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ വളരെ നഷ്ടത്തിലാണ് അത് പോകുന്നത്. കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും കേട്ടോ, കാരണം ഇവിടെ അടുത്ത് ഒരു ജോലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ പ്ലാന്റ്സ് വരല് നമുക്കൊന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കുവാണ്. ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഇന്നലെ കുറച്ച് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് മഴയുടെ സീസണൊക്കെ ആവും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോസുകളൊക്കെ എന്തായാലും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് വലിയ പ്ലാന്റ്സ് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു സങ്കടമുണ്ട് ഇപ്പോൾ പ്ലാന്റ്സ് വരാത്തതുകൊണ്ട്. എനിക്ക് അങ്ങനെ പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് റോസ് വരാത്തത്, സുഖമില്ലേ, എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. റോസുകൾ അധികം എടുക്കാത്തതാണ്. ഇപ്പോൾ തന്നെ ഞാൻ റോസ് കളക്ട് ചെയ്യാൻ പോയിട്ട് എനിക്ക് പ്ലാന്റ്സ് അത്ര ഇഷ്ടമാവുന്നില്ല. ഇഷ്ടമായാലാണല്ലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്ന പ്ലാന്റ്സ് മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് നാടൻ റോസുകൾ നമുക്ക് കൊറിയർ അയക്കണം, നട്ടുപിടിപ്പിക്കാനൊക്കെ ഈ ഒരു നമ്മുടെ കാലാവസ്ഥക്ക് നാടൻ റോസാണ് ഇപ്പോൾ പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാംഗ്ലൂർ ബഡ്ഡിങ് റോസ് നമുക്ക് സെയിലില്ല. നാടൻ റോസിൽ തന്നെയുള്ള വലിയ പ്ലാന്റ്സ് ഒക്കെയാണ്, നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കാണ് വെള്ളമൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള റോസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുകൂടാതെ ഒരു കാര്യം പറയാനുണ്ട്. പ്ലാന്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് കിട്ടുന്നതനുസരിച്ച് കൊറിയർ പെൻഡിങ് ഉള്ള ആളുകൾക്ക് കൊറിയർ അയച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ കുറേ ആളുകൾ മെസ്സേജ് അയച്ചു, ചൂട് സമയം ആയതുകൊണ്ട് മഴയൊക്കെ ഒന്ന് ആയിട്ട് അയച്ചാൽ മതിയെന്ന് പെൻഡിങ്ങിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതനുസരിച്ചിട്ടാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൈമറ്റിൽ പിടിച്ചു കിട്ടുന്ന നാടൻ റോസുകൾ, അതായത് തനി നാടനായിട്ടുള്ള റോസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ടൈഗർ റോസ് വെറൈറ്റിയാണ്. അതായത് ഡബിൾ കളറിൽ വരുന്ന ഒരു റോസാണ്. നല്ല ഭംഗിയുള്ള സുന്ദരി റോസാണ് കേട്ടോ. നമ്മുടെ കാറ്റലോഗിൽ ഈ റോസ് ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇത് കാർട്ട് ചെയ്ത് അയച്ചപ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആയി എന്നാണ് പറഞ്ഞത്. കാരണം ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മുടെ ചൂടൊക്കെ പ്രതിരോധിച്ച് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്താൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 100-150 റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈഗർ റോസിനൊക്കെ സാധാരണ രീതിയിലുള്ള റേറ്റ് അല്ല കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. 100 രൂപ റോസ് എന്നുള്ള രീതിയിലാണ്, അത്യാവശ്യം വലിപ്പമുള്ള റോസാണ്. അപ്പോൾ 100 രൂപ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓർഡർ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മെസ്സേജ് അയച്ചിട്ടുകൊള്ളുക. നമ്മൾ താഴെ അതായത് ആദ്യം അയച്ച മെസ്സേജ് തൊട്ടാണ് റിപ്ലൈ കൊടുത്ത് തുടങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുകൊള്ളുക, ഞാൻ നോക്കിക്കോളാം കേട്ടോ മെസ്സേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈഗർ റോസിൻ്റെ അടിപൊളി വെറൈറ്റി എന്ന് പറയുന്നത്. കുലകുത്തി പൂക്കൾ ഉണ്ടാവുന്നതാണ്, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിപ്പോൾ ഒന്ന് വിരിഞ്ഞു പോയതുകൊണ്ടാണ്. ഇത് നല്ല സുന്ദരി റോസാണ് കേട്ടോ. നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ കറക്റ്റ് ഇതിൻ്റെ പിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേ ഒരുപാട് മുട്ടയ്ക്കായിട്ടുള്ള ഒരു നാടൻ സുന്ദരി റോസാണ്. അതുപോലെ ഇത് അടുത്തൊരു റോസാണ് കേട്ടോ. ഇതൊരു നാടൻ ക്ലൈമ്പിംഗ് റോസാണ്. എന്താ പറയുക,
വലിയ പൂക്കളാണ്. അതുപോലെ തന്നെ ഒരുപാട് പെറ്റൽസ് ഉണ്ട്. നല്ല പഞ്ഞി പോലത്തെ പൂവാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് എനിക്കിപ്പോൾ വന്ന റോസുകളിൽ നല്ലൊരു പ്രത്യേക സുന്ദരിയായിട്ട് തോന്നി. നമുക്ക് ഇതിന് മുന്നേ സെയിലുണ്ടായിട്ടുള്ള റോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് വേണമെന്ന്. അത്യാവശ്യം ഒരു നോർമൽ സൈസ് പ്ലാന്റാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന മഴയൊക്കെ കൊണ്ടുവരുന്ന നല്ലൊരു ഉഷാറ് ലോഡിൽ ഇവരുടെയൊക്കെ വലിയ പ്ലാന്റ്സ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റോസാണ്. ഈ റോസിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ 120-നാണ് ഈ ഒരു ക്ലൈമ്പിംഗ് റോസ് ഞാൻ സെയിലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. അടുത്തതായിട്ട് നമ്മുടെ ക്യൂൻ എലിസബത്ത് ആപ്രിക്കോട്ട് കളർ റോസാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു റോസാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ മേടിച്ചിട്ടുണ്ട് ഈ ഒരു റോസ്. കാണാൻ നല്ല അതിസുന്ദരിയായിട്ടുള്ളൊരു റോസ് പ്ലാന്റ് ആണ് ക്യൂൻ എലിസബത്ത് റോസ് എന്ന് പറയുന്നത്. ക്യൂൻ എലിസബത്ത് റോസിൻ്റെ 2 കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ ടൈപ്പ് ഒരു യെല്ലോ റോസ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുമായിരുന്നു. അത് ക്യൂൻ എലിസബത്തിൻ്റെ യെല്ലോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊരു നാടൻ യെല്ലോ റോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ക്യൂൻ എലിസബത്തിൻ്റെ ആപ്രിക്കോട്ട് കളറിൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നല്ല ഉഷാറായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യൂൻ എലിസബത്ത് റോസിൻ്റെ പിങ്ക് കളറും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്ന പുതിയ കസ്റ്റമേഴ്സിന് കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി അവരുടെ കൈകളിലോട്ട് ഗ്രീറ്റിംഗ് മെസ്സേജ് എത്തുന്നുണ്ടെങ്കിലും അത് റീഡ് ചെയ്യുന്നില്ല എന്ന് കരുതുന്നു. കാരണം ഒത്തിരി സംശയങ്ങളാണ് നമ്മൾ ഗ്രീറ്റിംഗ് മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് സംശയങ്ങളായിട്ട് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക. കാരണം വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ ഒത്തിരി മെസ്സേജുകൾ നമ്മുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. ഒരു കാരണവശാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാതെ വന്നെങ്കിലോ എന്ന് കരുതിയാണ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ഓൾറെഡി അയക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട റിപ്ലൈ ആണ് ആ ഗ്രീറ്റിംഗ് മെസ്സേജിൽ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അതിനുള്ള മറുപടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പേ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ പ്ലാൻസ് കിട്ടും, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രീറ്റിംഗ് മെസ്സേജ് വരുന്നത്. അപ്പോൾ അതിൽ ഗ്രീറ്റിംഗ് മെസ്സേജിൽ പുതിയതായിട്ടൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ 20 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും അവധി ദിവസം വരികയാണെങ്കിൽ അതും കൂടി അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരും കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തൊരു 20 ഡേയ്സ് പറയുവാണ്, നമ്മൾ എടുക്കുന്ന ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഹോളിഡേ ആണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വിഷു ഈസ്റ്ററിൻ്റെ ഒക്കെ ടൈമിൽ നമുക്ക് അങ്ങനെ കുറച്ച് പെൻഡിങ്ങുകൾ വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസ് അയച്ചാൽ അത് അവിടെ ഡെലിവേർഡ് ആവുന്നില്ല. DTDC ഓൾറെഡി കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരിതാണ്. നമുക്ക് വേറെ ആശ്രയിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് DTDC തന്നെയാണ് മെച്ചം. അപ്പോൾ അതുകൊണ്ട് അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻസ് ചെയ്യില്ല. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ആയിന്ന് വരും. അപ്പോൾ ക്യൂൻ എലിസബത്ത് റോസിൻ്റെ പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് ക്യൂൻ എലിസബത്ത് റോസിൻ്റെ പിങ്ക് കളറാണ്. നല്ല മണമുള്ളൊരു റോസാണ് കേട്ടോ ഈ ക്യൂൻ എലിസബത്തിൻ്റെ പിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു റോസ് പ്ലാന്റ് ആണിത്. നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലാണ് ഈ ഒരു ക്യൂൻ എലിസബത്ത് റോസ് പിങ്ക് നമുക്ക് തരുന്നത്. ആപ്രിക്കോട്ടിന് അത്രയും സ്മെല്ലില്ലെന്ന് പറയാം. ആ ഒരു നാടൻ സുഗന്ധം ആപ്രിക്കോട്ടിനില്ല. പക്ഷെ കാണാൻ അതീവ സുന്ദരിയാണ്. അതിനൊരു നാടൻ മണമാണ് ഉള്ളത്, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഉള്ളത്. പക്ഷേ ക്യൂൻ എലിസബത്ത് റോസ് പിങ്കിന് വരുന്നത് നമ്മുടെ പനിനീർ റോസിനേക്കാളും മൂക്കിലോട്ട് തുളഞ്ഞു കയറുന്ന ഒരു ഗന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ക്യൂൻ എലിസബത്ത് റോസ് പിങ്ക് അത്യാവശ്യം കുറച്ച് വലിയ പ്ലാന്റ് ആണ്. 150 രൂപയാണ് റേറ്റ്. ഇത് നമ്മുടെ ഒരുപാട് ലാവണ്ടർ, ബ്ലൂ മൂൺ വെറൈറ്റിയിലുള്ള ഒരുപാട് റോസുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ലാവണ്ടർ അല്ലാതെ ഇവിടെ ജോലി നടക്കുന്നതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. എൻ്റെ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ വോയിസ് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലൂ മൂണിൻ്റെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ്, ലാവണ്ടർ കളറാണ്. വളരെ സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ റോസിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയാൽ അറിയാം, ട്രീക്ക് നല്ല റേറ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു റോസൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇതിൻ്റെ ചെറിയ റോസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വളരെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് തരുന്നതായിരിക്കും. 150 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ കാണിച്ചത് അതിൻ്റെ ട്രീ റോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസിലുള്ളതാണ് നമ്മൾ 150 കൊടുക്കുന്നത്. വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു റോസാണ്. ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്. അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ തരാം. പിന്നെ യെല്ലോ റോസിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഹവായി അവൈലബിൾ ആണ്, അതുപോലെ തന്നെ യെല്ലോ ക്ലൈംബിങ് അവൈലബിൾ ആണ്. പിന്നെ നാടൻ യെല്ലോ റോസ് അവൈലബിൾ ആണ്. നാടൻ യെല്ലോ റോസിനൊക്കെ 100 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു ക്ലൈംബിംഗ് റോസ് കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്. നമ്മുടെ കണ്ണടിപ്പിച്ച് പോകുന്ന ഒരു യെല്ലോ കളർ. ഇടയ്ക്ക് ക്യാമറ അതിനെ സൂം ചെയ്യുന്നില്ല, കാരണം നല്ലൊരു കളറിൽ നിൽക്കുവാണ് ഈ ഒരു ഫ്ലവർ കേട്ടോ. അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഇതും 150 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആണ്. 120ൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. 120ൻ്റെ പ്ലാന്റ് കുറവാണ്. 120 രൂപ, 150 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നല്ലൊരു ക്ലൈംബിംഗ് റോസാണ്. നമ്മൾ സാധാ വാങ്ങുന്ന യെല്ലോയിൻ്റെ കളറല്ല, കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള യെല്ലോ ക്ലൈംബിംഗ് റോസ്. ഇനി അടുത്തത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു അടിപൊളി ക്ലൈംബിംഗ് റോസാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു റോസ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ്സിന് 150 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി മുട്ട് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, വിരിഞ്ഞിട്ടില്ല. ഞാൻ ആ റോസൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അല്ലാതെയൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നല്ല വെറൈറ്റി റോസുകളാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള റോസുകൾ, ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസുകളാണ് കേട്ടോ. അങ്ങനെയുള്ള റോസുകൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് കുറവായിരിക്കും, കാരണം ഞാൻ വീഡിയോസ് അടുപ്പിച്ചടുപ്പിച്ച് ഇടാറില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോസ് വന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. എൻ്റെ ചാനലിൻ്റെ നെയിം ആരും മറന്നിട്ടില്ലല്ലോ, അക്കോ പെറ്റൽസ് എന്നാണ്. അപ്പോൾ നിങ്ങളിടയ്ക്ക് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് അടിപൊളി റോസാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്. അപ്പോൾ ഈ റോസിന് 150 രൂപ, 120 രൂപ റേറ്റിൽ തന്നെയുള്ളതുണ്ട്. നമ്മൾ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് പറയുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സും ഉണ്ട്, അത്യാവശ്യം നോർമൽ സൈസിലുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ലാവൻഡർ റോസാണ്. ലാവൻഡർ റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ലാവൻഡർ റോസിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. നല്ല റേറ്റിന് പോകുന്ന ഒരു റോസ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഓഫറിൽ ഇട്ടേക്കുന്നതാണ് ഈ 120 രൂപ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഓർഡർ തരുവാണെങ്കിൽ 120 രൂപയ്ക്ക് ലാവൻഡർ റോസ് കിട്ടും. സാധാരണ അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള ചെടിയൊക്കെ 220 രൂപ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എനിക്കറിയാം നമ്മൾ ചൂട് കാലമൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് ഈ റേറ്റ് ഇത്രയും കുറച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുവാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും റോസുകൾ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. പെൻഡിങ്ങിൽ നിൽക്കുന്നവർ ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തായാലും പെൻഡിങ്ങിൽ ഉള്ളവർക്ക് റോസ് പ്ലാന്റ് കിട്ടുമ്പോൾ അതിന് പുറമെ എക്സ്ട്രാ ഒരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചൂടാണ് പ്ലാന്റ്സ് വരുന്നത്, അതുകൊണ്ടാണ് കുറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, തമിഴ്നാട്ടിലൊക്കെ ഇതിലും നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ.